ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 44. ഈശോ പത്രോസിൻ്റെ ഭവനത്തിൽ ഫിലിപ്പിനെയും നഥാനിയേലിനെയും കാണുന്നു. ഈശോ അതിഥിയായി താമസിച്ചിരുന്ന വീട്ടിൽ ജോൺ വന്ന് ഈശോയോട് പറയുന്നു, അങ്ങ് ബെത്സയിദായിലേക്ക് വരണമെന്ന് പത്രോസ് പറയുന്നു. അധികം ആളുകളോട് പത്രോസ് അങ്ങയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി ഞങ്ങൾ മീൻ പിടിക്കാൻ പോയില്ല. ഞങ്ങൾ ഞങ്ങളുടെ കഴിവിനനുസരിച്ച് പ്രാർത്ഥിച്ചു. ലാഭമുണ്ടാക്കാൻ പോകേണ്ടെന്ന് വെച്ചു. കാരണം സാബത്ത് തീർന്നിട്ടില്ലായിരുന്നു. ഇന്ന് രാവിലെ തെരുവ് തോറും നടന്ന് അങ്ങയെപ്പറ്റി പറഞ്ഞു. അങ്ങയുടെ പ്രസംഗം കേൾക്കാൻ താല്പര്യമുള്ള വളരെയധികം ആളുകളുണ്ട്. ഗുരു, അങ്ങ് വരുമോ? ഞാൻ വരാം, പക്ഷേ ജെറുസലേമിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് നസ്രത്ത് വരെ പോകണം. ബെത്സയിദായിൽ നിന്ന് തിബേരിയസിലേക്ക് പത്രോസ് അങ്ങയെ വള്ളത്തിൽ കൊണ്ടുപോകും. നസ്രത്തിലെത്താൻ അതാണ് എളുപ്പം. എന്നാൽ നമുക്ക് പോകാം. അവർ രാത്രിയിൽ യാത്ര തിരിച്ച് രാവിലെ ബെത്സയിദായിലെത്തി. ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്നിടത്ത് പത്രോസും ആൻഡ്രൂസും ജെയിംസും തങ്ങളുടെ ഭാര്യമാരോടൊത്ത് ഈശോയെ കാത്തു നിൽക്കുന്നു. നിങ്ങൾക്ക് സമാധാനം, ഞാനിതാ എത്തിക്കഴിഞ്ഞു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് സാബത്ത് ദിവസമല്ലെങ്കിലും അങ്ങയെ കാത്തു നിൽക്കുന്നവരോട് അങ്ങ് സംസാരിക്കുകയില്ലേ? പത്രോസേ, ഞാൻ സംസാരിക്കാം, നിന്റെ വീട്ടിൽ വച്ച്. പത്രോസിൻ്റെ സന്തോഷത്തിന് അതിരില്ല. ഇന്ന് വൈകുന്നേരം അവരോട് സംസാരിക്കാം എന്ന് പറഞ്ഞേക്കൂ. ഗുരു, അങ്ങ് ഒരു രാത്രി എൻ്റെ വീട്ടിൽ തങ്ങണേ. ഒരു പാവപ്പെട്ടവൻ്റെ വീടാണ്, പക്ഷേ സത്യസന്ധതയും സ്നേഹവും അവിടെയുണ്ട്. ഈശോ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരി, ഞാൻ നിൻ്റെ വീട്ടിൽ വരാം. വീട്ടിലെത്തി അപ്പവും ഒലിവ് ഫലങ്ങളുമായി ലഘുഭക്ഷണം കഴിച്ചു. ഈശോയുടെ ആഗ്രഹപ്രകാരം മട്ടുപ്പാവിൽ സ്ഥലമൊരുക്കുന്നു. പൊക്കം കുറഞ്ഞ മതിലാൽ ചുറ്റപ്പെട്ട ഒരു മട്ടുപ്പാവാണ്. അവിടെയും വലകളും കയറും കൂട്ടിയിട്ടിട്ടുണ്ട്. അവിടെ ഇരുന്ന് നോക്കിയാൽ നീലിമയാർന്ന തടാകം കാണാം. മുകളിൽ തണലേകുന്ന മുന്തിരി പടർന്നു കിടക്കുന്നു. നല്ല കാറ്റുണ്ട്. ഈശോ സന്തോഷവാനായി ഏറെ നേരം ഏകാന്തതയിൽ അവിടെ പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം എഴുന്നേറ്റ് മട്ടുപ്പാവിൽ ചുറ്റി നടന്ന് താഴേക്ക് നോക്കുന്നു. തെരുവിൽ കളിച്ചുകൊണ്ട് നടന്ന കുട്ടികളെ നോക്കി പുഞ്ചിരി തൂകുന്നു. അവരും പുഞ്ചിരിക്കുന്നു. മട്ടുപ്പാവിൽ നിന്നിറങ്ങി അടുക്കളയിലേക്ക് നോക്കി ഈശോ പറഞ്ഞു, സ്ത്രീയെ, തടാകത്തിൻ്റെ കരയ്ക്ക് പോയി അല്പം നടന്നിട്ട് വരാം. തടാകത്തിൻ്റെ കരയിലേക്ക് നടക്കുന്നു. കുട്ടികൾ ചുറ്റും കൂടി. ഈശോ ചോദിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഞങ്ങൾക്ക് യുദ്ധമുറ കളിക്കണമെന്നുണ്ട്, എന്നാൽ ഇവൻ ഇഷ്ടമില്ല. അതുകൊണ്ട് ഞങ്ങൾ മീൻപിടുത്തം കളിക്കുകയാണ്. താല്പര്യമില്ലാത്ത കുട്ടി മെലിഞ്ഞ, ആരോഗ്യം കുറഞ്ഞ ഒരു പയ്യനാണ്. എന്നാൽ മുഖത്ത് നല്ല പ്രസാദമുണ്ട്. കുട്ടികളോട് സംസാരിക്കാൻ ഈശോ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. അവൻ പറയുന്നത് ശരിയാണ്. മനുഷ്യരെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ദൈവം നൽകുന്ന ശിക്ഷയാണ് യുദ്ധം. ദൈവം ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചു, എന്നാൽ ആയുധങ്ങൾ സൃഷ്ടിച്ചില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അവന് കണ്ണുകൾ കൊടുത്തു, പരസ്പരം സ്നേഹത്തോടുകൂടി നോക്കുന്നതിന്. പരസ്പരം സ്നേഹമുള്ള വാക്കുകൾ ഉച്ചരിക്കാനാണ് നാവ് നൽകിയത്. ആ വാക്കുകൾ കേൾക്കാൻ ചെവിയും കൊടുത്തു. മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹപൂർവ്വം തലോടാനുമാണ് കരങ്ങൾ. ആപത്തിൽപ്പെട്ട അയൽക്കാരനെ സഹായിക്കാൻ ഓടിയെത്താനാണ് കാലുകൾ. സ്നേഹമുള്ളൊരു ഹൃദയവും ബുദ്ധിയും സംസാരശക്തിയും മനുഷ്യന് കൊടുത്തു, എന്നാൽ വൈരാഗ്യ ബുദ്ധി കൊടുത്തില്ല. ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടിയായി തുടരുന്നെങ്കിൽ യുദ്ധമോ മരണമോ എന്തെന്ന് മനുഷ്യവർഗം അറിയുമായിരുന്നില്ല. യുദ്ധം വേണ്ട എന്ന് പറയുന്ന കുട്ടിക്ക് നിയമത്തിലെ പ്രധാന കൽപ്പനകൾ മനസ്സിലായിട്ടുണ്ട്. എന്താണ് കൽപ്പന? ആർക്കറിയാം? 11 കുട്ടികളും ഒരേ സ്വരത്തിൽ പറഞ്ഞു, നിന്റെ മുഴുവൻ ശക്തിയോടും കൂടി നീ ദൈവത്തെ സ്നേഹിക്കണം. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. നിങ്ങളെല്ലാം മിടുക്കന്മാരാണ്. നിങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ടോ? ഉണ്ട്. പഠിക്കാൻ ആരാണ് മിടുക്കൻ? യുദ്ധം കളിക്കാൻ ഇഷ്ടമില്ലാത്ത ദുർബലനായ കുട്ടിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇവനാണ്. നിന്റെ പേരെന്താണ്? യോവേൽ. അർത്ഥവത്തായൊരു പേര്. യോവേൽ പറയുന്നു, ബലഹീനനായിട്ടുള്ളവൻ പറയട്ടെ, ഞാൻ ശക്തനാണ്, എന്നിലാണ് ശക്തി. ദൈവത്തിൻ്റെ നിയമത്തിൽ അങ്ങനെയുള്ളവരെയാണ് തീർപ്പിൻ്റെ താഴ്വരയിൽ വിധി കൽപ്പിക്കുമ്പോൾ ദൈവം വിശുദ്ധരായി കണക്കാക്കുന്നത്. വിശുദ്ധന്മാരുടെ കൂടെ എണ്ണപ്പെടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എനിക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. നിങ്ങൾ മിശിഹായെ സ്നേഹിക്കുമോ? ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കും. അങ്ങാണ് മിശിഹ. സിമയോനും ജെയിംസും ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളുടെ അമ്മമാരും പറഞ്ഞു, ഞങ്ങളെ കൂടി കൊണ്ടുപോകൂ. നിങ്ങൾ നല്ലവരാണെങ്കിൽ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും.
ഇനി ചീത്ത പറയരുത്, അഹങ്കരിക്കരുത്, കലഹിക്കരുത്, അപ്പനമ്മമാരോട് തർക്കുത്തരം പറയരുത്. നിങ്ങൾ പ്രാർത്ഥിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളെ സ്നേഹിക്കും. കുട്ടികൾ ഈശോയുടെ ചുറ്റിലുമാണ്. എന്താണ് നടക്കുന്നതെന്നറിയാൻ പ്രായമായ ഒരു മനുഷ്യൻ അടുത്തു വന്നു. ഈശോ അയാളെ കണ്ട് ആഴത്തിലിറങ്ങുന്ന ഒരു നോട്ടം നോക്കി. അയാൾ ലജ്ജിച്ച് ഈശോയെ നോക്കി തല കുനിച്ചു. ഒന്നും മിണ്ടിയില്ല. വരൂ ഫിലിപ്പേ, എൻ്റെ കൂടെ വരൂ. ഗുരു, ഞാൻ വരാം. ഈശോ കുട്ടികളെ ആശീർവദിച്ചിട്ട് ഫിലിപ്പിൻ്റെ കൂടെ നടന്ന് വീട്ടിലേക്ക് തിരിച്ചുപോയി. അവർ അടുക്കളത്തോട്ടത്തിൽ ഇരിക്കുന്നു. നീ എൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ള അർഹത എനിക്കില്ല. ഞാൻ നിന്നെ വിളിച്ചു കഴിഞ്ഞു. എന്നാൽ ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, ഇതാ ഇപ്പോൾ മുതൽ. നിനക്കെന്നെപ്പറ്റി എന്തെങ്കിലും അറിയാമായിരുന്നോ? ആൻഡ്രൂ അങ്ങയെപ്പറ്റി എന്നോട് സംസാരിച്ചു. അവൻ പറഞ്ഞു, നീ ആർക്കു വേണ്ടിയാണോ കാത്തിരുന്നത്, അദ്ദേഹം ഇതാ വന്നു കഴിഞ്ഞു. മിശിഹായുടെ വരവിന് വേണ്ടി ഏറെ ആഗ്രഹിച്ചവനാണ് ഞാനെന്ന് ആൻഡ്രുവിനറിയാം. നിന്റെ പ്രതീക്ഷ നിഷ്ഫലമായില്ല. മിശിഹ ഇതാ നിന്റെ മുമ്പിൽ നിൽക്കുന്നു. എൻ്റെ ഗുരുവും എൻ്റെ ദൈവവും അങ്ങാകുന്നു. ഉദ്ദേശശുദ്ധിയുള്ള ഒരു ഇസ്രായേൽക്കാരനാണ് നീ. മിശിഹായെ കാത്തിരിക്കുന്ന വേറൊരു സ്നേഹിതൻ നിനക്കുണ്ട്. ആത്മാർത്ഥതയുള്ള ഒരു ഇസ്രായേൽക്കാരനാണ് അയാൾ. നീ പോയി അവനോട് പറയൂ, ഞങ്ങൾ നസ്രത്തിൽ നിന്നുള്ള ഈശോയെ കണ്ടെത്തി. ദാവീദിൻ്റെ ഗോത്രത്തിൽപ്പെട്ട ജോസഫിൻ്റെ മകൻ. മോശയും പ്രവാചകന്മാരും എല്ലാം പറയുന്നത് ഇവനെ പറ്റിയാണ്. പോയിക്കൊള്ളൂ. ഫിലിപ്പ് പോയി നഥാനിയേലിനെ കൂട്ടിക്കൊണ്ടുവന്നു. ഈശോ പറഞ്ഞു, യാതൊരു വക്രതയുമില്ലാത്ത ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. നഥാനിയേലെ, നിനക്ക് സമാധാനം. അങ്ങേക്ക് എന്നെ എങ്ങനെ അറിയാം? നഥാനിയേൽ ചോദിച്ചു. ഫിലിപ്പ് നിന്നെ വിളിക്കാൻ എത്തുന്നതിന് മുമ്പ് അത്തിമരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് നിന്നെ ഞാൻ കണ്ടു. ഗുരു, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവ്. നഥാനിയേൽ പറഞ്ഞു. അത്തിമരത്തിൻ്റെ കീഴെ നീ ധ്യാനിച്ചു കൊണ്ടിരുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ടാണോ നീ വിശ്വസിക്കുന്നത്? ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നതും അവിടെ നിന്ന് മനുഷ്യപുത്രൻ്റെ മേൽ മാലാഖമാർ ഇറങ്ങി വരുന്നതും തിരിച്ചു പോകുന്നതും നീ കാണും. കാരണം നീ വിശ്വാസമുള്ളവനാണ്. നിന്നോട് സംസാരിക്കുന്ന ഞാനാണ് മനുഷ്യപുത്രൻ. ഗുരു, ഞാൻ വിശ്വസിക്കുന്നു. അന്ന് വൈകുന്നേരം ഈശോ ബത്സയിദായിലെ മുതിർന്നവരോട് സംസാരിച്ചു. മട്ടുപ്പാവിലും കുറേ ആളുകൾ അടുക്കളത്തോട്ടത്തിലും കൂടിയിട്ടുണ്ട്. സന്മനസ്സുള്ളവർക്ക് സമാധാനം. അങ്ങനെയുള്ളവരുടെ കുടുംബങ്ങൾക്കും സമാധാനവും അനുഗ്രഹവും. എൻ്റെ വാക്കുകൾ കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചു. സംസാരിക്കുന്നത് ദൈവവചനമാണ്. സത്യസന്ധന്മാരോട് സന്തോഷത്തോടും സത്യസന്ധത ഇല്ലാത്തവരോട് സങ്കടത്തോടും. വചനം ആർക്കും നിഷേധിക്കുന്നില്ല. വരണ്ട ഭൂമിയിൽ നനവേകുന്നതിന് പരന്നൊഴുകുന്ന നദി പോലെയാണത്. ദൈവത്തിൻ്റെ വചനമായ മിശിഹായുടെ അനുയായികളാകാൻ എന്തു ചെയ്യണം എന്നാണ് നിങ്ങൾക്കറിയേണ്ടത്. മിശിഹ വന്നിരിക്കുന്നത് ഇസ്രായേലിനെ ഒന്നിച്ചു കൊണ്ടുവരാനാണ്. 10 കൽപ്പനകളുടെ പരിശുദ്ധവും മാറ്റമില്ലാത്തതുമായ വാക്കുകൾ ഇസ്രായേൽ വീണ്ടും കേൾക്കണം. അങ്ങനെ അവർ നീതീകരിക്കപ്പെടണം. രക്ഷയുടെ സമയത്ത് അവർ സജ്ജമാക്കപ്പെടണം. അതിനാണ് മിശിഹ വന്നിരിക്കുന്നത്. മനുഷ്യന് എത്രമാത്രം സ്വയം പവിത്രീകരിക്കാനാവുമോ അത്രയും അവനെ പവിത്രീകരിക്കുന്നതിന്. ഞാൻ ബധിരനോടും കുരുടനോടും മുഖനോടും കുഷ്ഠരോഗിയോടും പറയുന്നു, എഴുന്നേൽക്കൂ, നിങ്ങൾ സുഖം പ്രാപിച്ചിരിക്കുന്നു. എഴുന്നേൽക്കൂ, നടക്കൂ. വെളിച്ചത്തിൻ്റെയും വാക്കുകളുടെയും ശബ്ദങ്ങളുടെയും ലോകങ്ങൾ നിങ്ങൾക്കായി തുറക്കപ്പെടട്ടെ. അങ്ങനെ നിങ്ങൾ എന്നെ കാണുകയും കേൾക്കുകയും എന്നെപ്പറ്റി സംസാരിക്കുകയും ചെയ്യട്ടെ. എൻ്റെ അടുത്ത് വരാൻ ഒട്ടും ഭയപ്പെടേണ്ട. നിങ്ങളുടെ ആത്മാക്കൾക്ക് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ അവയെ സുഖപ്പെടുത്താം. വ്യാധിയുണ്ടെങ്കിൽ അത് മാറ്റാം. മരണമടഞ്ഞിട്ടുണ്ടെങ്കിൽ ഉയർപ്പിക്കാം. സഹകരിക്കാനുള്ള സന്മനസ് മാത്രമാണ് നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ഉന്നതങ്ങളിൽ നിന്ന് ദൈവം നൽകിയ നിയമം അന്നത്തെ രൂപത്തിൽ ഞാൻ വീണ്ടും നിങ്ങൾക്ക് നൽകുന്നു. പഴയകാലത്തെ ഇസ്രായേൽക്കാരെ പോലെ ആത്മാർത്ഥതയുള്ള ഹൃദയത്തോടുകൂടി ഇത് സ്വീകരിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ഇത് നിങ്ങളുടെ നന്മയാണ്. ദൈവം ആജ്ഞാപിക്കുന്നതെന്തോ അത് ചെയ്യുക. നിങ്ങൾ ദൈവത്തെ മുഴു ഹൃദയത്തോടുകൂടി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പാപവും ചെയ്യില്ല. പാപം ദൈവത്തെ വേദനിപ്പിക്കുന്നു. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ അയൽക്കാരനെയും സ്നേഹിച്ചാൽ മതി. എങ്കിൽ നിങ്ങളോട് മറ്റുള്ളവർ ചെയ്യരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന യാതൊന്നും ചെയ്യില്ല. നിങ്ങൾ പരദൂഷണം പറയുകയില്ല. നിങ്ങൾ കൊല്ലുകയില്ല. വ്യഭിചാരം ചെയ്യുകയില്ല. സ്നേഹിക്കുക. സ്നേഹം നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കയറാനുള്ള ഗോവണിയായി തീരട്ടെ. അപ്പോൾ പിതാവ് പറയും, നീ എവിടെയൊക്കെ പോയാലും അവിടെയൊക്കെ ഞാൻ നിന്നെ കാത്തു സൂക്ഷിക്കും.
അവസാനം നിന്നെ ഞാൻ എൻ്റെ ദേശത്തേക്ക് കൊണ്ടുവരും. ആ ദേശം സ്വർഗമാണ്, അനശ്വരമായ സ്വർഗരാജ്യം. നിങ്ങൾക്ക് സമാധാനം. ഈശോ പറഞ്ഞതിനോട് ഉള്ളിൽ സമ്മതം മൂളിക്കൊണ്ട് ജനക്കൂട്ടം പിരിഞ്ഞുപോയി. പത്രോസ്, ആൻഡ്രൂസ്, ഫിലിപ്പ്, ബർത്തലോമിയ എന്നിവർ അവിടെ തന്നെ നിന്നു. നിങ്ങൾ ഇന്ന് മീൻ പിടിക്കാൻ പോകുന്നുണ്ടോ? ഉണ്ട്, നിലാവുദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പോകും. ശിമയോൻ, കഴിഞ്ഞ രാത്രി നിങ്ങൾ മീൻ പിടിക്കാൻ പോകാതിരുന്നത് നന്നായി. സാബത്ത് അവസാനിച്ചിരുന്നില്ല. കർത്താവിൻ്റെ ദിവസമാണ് സാബത്ത്. അന്ന് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ മാത്രമേ അനുവാദമുള്ളൂ, അയൽക്കാരന് ഉപകാരം ചെയ്യാൻ. എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തത പാലിക്കണം. പത്രോസ് പറയുന്നു, എന്നാൽ നിയമജ്ഞന്മാരും പണ്ഡിതന്മാരും ഇക്കാര്യത്തിൽ വളരെ കർക്കശമായ അനുഷ്ഠാനങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ സാബത്ത് ദിവസവും അവർ പണം കടം കൊടുക്കും, കൊള്ളപ്പലിശയ്ക്ക്. സാബത്ത് ദിവസമാകട്ടെ വേറെ ഏതെങ്കിലും ദിവസമാകട്ടെ അത് നിഷിദ്ധമാണ്. അപ്പോൾ പിന്നെ നിയമജ്ഞരും പ്രീശരും ചെയ്യുന്നതോ? ശിമയോൻ, നീ വിധിക്കരുത്, ആരെയും വിധിക്കരുത്. ഇത് ഞാൻ എങ്ങനെ കാണാതിരിക്കും? എൻ്റെ കൺവട്ടത്ത് നടക്കുന്നതല്ലേ? പത്രോസ് പറഞ്ഞു. തിന്മ മാത്രമേ നിന്റെ കണ്ണിൽ കാണപ്പെടുന്നുള്ളോ? ഗുരു, അങ്ങനെയല്ല. എങ്കിൽ പിന്നെ ദുഷ്കൃത്യങ്ങളെ കാണുന്നതെന്തിന്? ഗുരു, അങ്ങ് പറയുന്നതും ശരിയാണ്. നാളെ രാവിലെ ഞാൻ പോകും. ജോൺ എൻ്റെ കൂടെ പോരും. ഈശോ പറയുന്നു. പെസഹ തിരുനാളിൽ ഞാനും ജെറുസലേമിൽ പോകും. ആൻഡ്രൂസും ജെയിംസും എൻ്റെ കൂടെ ഉണ്ടാകും. നിങ്ങൾക്കും എൻ്റെ കൂടെ വരണമെന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ എങ്ങനെ മീൻ പിടിക്കാൻ പോകും? പത്രോസ് എന്തു പറയണമെന്നറിയാതെ വിഷമിച്ചു. അവസാനം അവൻ ഉറച്ച തീരുമാനമെടുത്തു. ഞാൻ അങ്ങയുടെ കൂടെ വരും. പണത്തേക്കാൾ എനിക്ക് വേണ്ടത് അങ്ങയെയാണ്. ഞാനും വരുന്നു. ഞാനും. ഫിലിപ്പേ, നമ്മളും പോവുകയാണ് അല്ലേ? എന്നാൽ എല്ലാവരും വരൂ. നിങ്ങൾ എനിക്ക് ഒരു സഹായമായിരിക്കും. ഈശോ പറയുന്നു.